Good morning, all. കഴിഞ്ഞ ദിവസം ചാപ്റ്റർ തീർന്നല്ലേ? ഇനി പുതിയ ചാപ്റ്റർ എടുക്കാനാ പറഞ്ഞത് അല്ലേ? അതെ മാം. ഓക്കെ. നിങ്ങളുടെ കഴിഞ്ഞ ചാപ്റ്റേഴ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? തീർന്ന ചാപ്റ്റേഴ്സ് ഇപ്പൊ നമ്മ ഒരുപാട് ചാപ്റ്റേഴ്സ് ആയില്ലേ തീർന്നിട്ട്, ഇല്ലേ? നോക്കാറുണ്ടാ? കഴിഞ്ഞ ചാപ്റ്റേഴ്സ് വീക്കെൻഡിലൊക്കെ ജസ്റ്റ് നോക്കാറുണ്ടാവും. മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ്, പിന്നെ ടീച്ചേഴ്സ് എക്സ്ട്രാ തരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആരെങ്കിലും ഒക്കെ നോക്കാറുണ്ടാ? എന്താണ് മറുപടി പറയാത്ത ആരും? എന്താണ് ആരും മറുപടി പറയാത്ത? നൈന നോക്കാറുണ്ടാ? ടീച്ചേഴ്സ് തരുന്ന മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസും എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ തരുന്നുണ്ടല്ലോ എല്ലാ ഓരോ ചാപ്റ്റേഴ്സ് കഴിഞ്ഞിട്ട്. നോക്കാറുണ്ട് അല്ലേ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അപ്പൊ മിസ് എടുക്കുന്ന ഭാഗത്ത് കഴിഞ്ഞ ചാപ്റ്റേഴ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് വല്ലതുണ്ടോ? ഇല്ല, ആർക്കില്ല. ഓക്കെ. അപ്പൊ നിങ്ങക്ക് പുതിയ ചാപ്റ്റർ ആണ് ഞാൻ പറഞ്ഞിരുന്നു. ICU ആണല്ലേ, ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ് നമുക്ക് പുതിയ ചാപ്റ്റർ തുടങ്ങുന്നത്. ICU എന്താണെന്ന് പറഞ്ഞു? ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്താണെന്ന് പറഞ്ഞത്? തീവ്രമായ കെയർ കൊടുക്കുന്ന അല്ലെ. ഇപ്പൊ തീവ്രമായ എന്തെങ്കിലും ക്രിട്ടിക്കൽ ആയിട്ട് എന്തെങ്കിലും ഇഞ്ചുറീസോ ഇൽനെസ് ഒക്കെ വരുന്ന പേഷ്യൻസിന് അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള അല്ലെ ഒരു ഏരിയ, ഒരു യൂണിറ്റ് ആണ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഇൻട്രൊഡക്ഷൻ നോക്കാം ഇന്റൻസീവ് കെയർ യൂണിറ്റിന്റെ. A unit in a hospital provides intensive care for critically ill or injured patients, which is operated by specially trained medical staff and has equipment that allows for continuous monitoring and life support. എന്താണ് യൂണിറ്റ്? ഹോസ്പിറ്റലിലെ ഒരു യൂണിറ്റ് ആണ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്. ഇന്റൻസീവ് കെയർ അവിടെ എന്താണ്? ക്രിട്ടിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇൽനെസ്സോ അസുഖങ്ങളോ അതല്ലെങ്കിൽ ഇഞ്ചുറീസ് അപകടങ്ങളൊക്കെ പറ്റിക്കൊണ്ടുവരുന്ന പേഷ്യൻസിന് സ്പെഷ്യലി നല്ല ട്രെയിനഡ് കിട്ടിയേക്കുന്ന മെഡിക്കൽ സ്റ്റാഫും കൂടാതെ എന്താണ് എക്യുപ്മെന്റ്സ് ഒക്കെ വെച്ച് കാണിട്ട് എന്താണ് ഈ പേഷ്യൻസിനെ കണ്ടിന്യൂലായിട്ട് തുടർച്ചയായിട്ട് നിരീക്ഷിച്ച് അവർക്ക് വേണ്ട കെയർസും ട്രീറ്റ്മെന്റുകളും എന്തൊക്കെ എക്യുപ്മെന്റിന്റെ സഹായങ്ങൾ അവർക്ക് ആവശ്യമുണ്ട് അതൊക്കെ കൊടുത്ത് കാണിട്ട് അവരെ ലൈഫ് സേവ് ചെയ്യുക എന്നുള്ള ഇതിൽ പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റ് ആണ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. എന്താണ് ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറഞ്ഞാല്? തീവ്ര പരിചരണം ആവശ്യമുള്ള രോഗികൾ, ഇപ്പൊ എന്തെങ്കിലും അസുഖങ്ങളായിക്കോട്ടെ, എന്തെങ്കിലും അപകടങ്ങളായിക്കോട്ടെ, അങ്ങനെയുള്ള എന്തെങ്കിലും ഇൽനെസ്സോ ഇഞ്ചുറീസ് ഒക്കെ പറ്റിക്കൊണ്ടുവരുന്ന പേഷ്യൻസിനെ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്ത് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകളും കെയേഴ്സും എന്താണ് എന്തെങ്കിലും എക്യുപ്മെന്റിന്റെ സഹായം, ഇപ്പൊ വെന്റിലേറ്ററിന്റെ അതല്ലെങ്കിൽ ഓക്സിജന്റെ അങ്ങനെ എന്തെങ്കിലും എക്യുപ്മെന്റിന്റെ സഹായങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ കൊടുത്ത് കാണിട്ട് എന്താണ് സ്പെഷ്യലി ട്രെയിനഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകൾ അവരെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന യൂണിറ്റിനെ പറയുന്നതാണ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്.
Patients may be referred either directly from an emergency department or from a ward if their condition rapidly or immediate after surgery if the surgery is very invasive and the patient is at high risk of complication. എന്താണ് ഇന്റൻസീവ് കെയറിൽ കൊണ്ടുവരുന്ന പേഷ്യൻസ് എങ്ങനെ ചിലപ്പോ എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും ആക്സിഡന്റുകളോ അതല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി ആയിട്ട് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ പറ്റിങ്ങാണിട്ട് കൊണ്ടുവരുന്ന പേഷ്യൻസിന് എന്താണ് പെട്ടെന്ന് എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് റെഫറൽ ചെയ്യാം. അതല്ലെങ്കിൽ എന്താണ് ഒരു ഹോസ്പിറ്റൽ ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്തിട്ട് അല്ലെ അവരെന്തെങ്കിലും അസുഖത്തിന്റെ പേരില് അഡ്മിറ്റ് ചെയ്തിട്ട് എന്താണ് അവരെ കണ്ടീഷൻ പെട്ടെന്ന് എന്താണ് അവരെ കണ്ടീഷൻ നില മോശമാവുക ഹെൽത്ത് കണ്ടീഷൻ മോശമാവും എന്ത് ചെയ്യും അവരെ ഇന്റൻസീവ് എന്തെങ്കിലും ശ്വസിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് അതല്ലെങ്കിൽ മറ്റേ അറ്റാക്ക് അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് എന്താണ് അവരുടെ സിറ്റുവേഷൻ മോശമാവുമ്പോ എന്താണ് ഇന്റൻസീവ് ഐസിയുലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതല്ല എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും സർജറീസ് കഴിഞ്ഞ പേഷ്യൻസിന് പിന്നെന്താണ് തീവ്രമായ എന്തെങ്കിലും സർജറീസ് ഒക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര മേജർ സർജറീസ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന പേഷ്യൻസിന് പിന്നെന്താണ് അങ്ങനെയുള്ള പേഷ്യന്റ് ഹൈ റിസ്ക് എന്താണ് ചിലപ്പോ മറ്റുള്ള പേഷ്യൻസിനുമായി ഇടപെട്ടാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാനായിട്ട് ഇൻഫെക്ഷൻ വരാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിനൊക്കെ എന്താണ് ഐസിയുയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. എന്താണ് മേജർ സർജറീസ് കഴിഞ്ഞ പേഷ്യൻസിന് അതല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും അപകടങ്ങളോ ആക്സിഡന്റുകളോ അതല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങള് മേജർ ആയിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിന് എന്ത് ചെയ്യാം ഐസിയുയിൽ കിടത്താം. അതല്ലെങ്കിൽ വാർഡിലോ അതല്ലെങ്കിൽ റൂമിലോ കിടക്കുന്ന പേഷ്യൻസിന്റെ കണ്ടീഷൻ അവർക്ക് എന്തെങ്കിലും പെട്ടെന്ന് തന്നെ എന്തെങ്കിലും അടിയന്തിരമായ എന്തെങ്കിലും ചികിത്സ കിട്ടണമെന്നുണ്ടെങ്കിൽ അവരെന്താണ് ഐസിയുയിലേക്ക് അഡ്മിറ്റ് ആക്കാം. പിന്നെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉള്ള പേഷ്യൻസിന് അല്ലെ റൂമിലൊക്കെ കിടക്കുന്ന പേഷ്യൻസിന് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ് അവരൊക്കെ ഐസിയുയിലേക്ക് അഡ്മിറ്റ് ആക്കാം. ക്ലിയർ ആയോ അത്? A unit in a hospital that provide intensive care for critically ill or injured patients which is operated by specially trained medical staff and has equipment that allows for continuous monitoring and life support. എന്താണ് ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലെ ഒരു യൂണിറ്റ് ആണ്. അവിടെ എങ്ങനെയാണ് ക്രിട്ടിക്കലി അതായത് തീവ്രമായ എന്തെങ്കിലും ക്രിട്ടിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറീസ് അപകടങ്ങളൊക്കെ പറ്റിക്കൊണ്ടുവരിക്കുന്ന പേഷ്യൻസിനെ കണ്ടിന്യൂസ് ആയിട്ട് എന്താണ് അവരെ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായി നിരീക്ഷിക്കാനും അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ അതല്ലെങ്കിൽ എന്തെങ്കിലും എക്യുപ്മെന്റിന്റെ സഹായങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ കൊടുത്ത് അവരെന്താണ് ലൈഫ് സപ്പോർട്ട് അവരെ ലൈഫ് ജീവൻ രക്ഷിക്കാനുള്ള ഒരു യൂണിറ്റ് ആണ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. Patient may be referred either from a emergency department or from a ward if their condition rapidly or immediately after surgery if the surgery is very invasive and the patient is at high risk of complication. എന്താണ് പേഷ്യന്റിനെ നേരിട്ട് ഇപ്പൊ ഒരു പേഷ്യന്റിനെ എന്തെങ്കിലും ആക്സിഡന്റ് പറ്റിക്കൊണ്ടുവരുമ്പോ അവരെന്താണ് നേരിട്ട് ഐസിയുയിലേക്ക് റെഫർ ചെയ്യാം. അതല്ലെങ്കിൽ എന്താണ് ഒരു വാർഡിലോ അതല്ലെങ്കിൽ ഒരു റൂമിലോ കിടക്കുന്ന പേഷ്യൻസിന് എന്താണ് പെട്ടെന്ന് അവര് വഷളാവുക എന്തെങ്കിലും പെട്ടെന്ന് തന്നെ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഹാർട്ട് അറ്റാക്കോ എന്താണ് അങ്ങനെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ എന്താണ് അവരെ ഐസിയുയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും മേജർ സർജറീസ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് അവരെ എന്താണ് ഇന്റൻസീവ് കെയർ ഐസിയുയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. റാപ്പിഡ്ലി എന്ന് പറഞ്ഞാല് അതിവേഗം പെട്ടെന്ന് തന്നെ സഡൻലി. ക്ലിയർ ആയത്? അതൊന്ന് വായിച്ചു നോക്കിയേ. എന്തെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ ചോദിച്ച്.
കുറച്ച് ചെറിയ സിമ്പിൾ ചാപ്റ്റർ ആണ്, പക്ഷെ നിങ്ങൾക്ക് കുറച്ച് ഡൗട്ടുകൾ വരാൻ സാധ്യതയുള്ള ചാപ്റ്റർ. അതാണ് ഓരോ സെക്ഷൻ എടുത്തിട്ട് വായിച്ചു നോക്കാൻ പറയുന്നത്. അത് വായിക്കുമ്പോൾ സിമ്പിൾ ആണെന്ന് തോന്നും, പക്ഷെ ഒരുപാട് ഡൗട്ട്സുകൾ വരാൻ സാധ്യതയുണ്ട്. ക്ലിയർ ആയോ അത്? എന്തെങ്കിലും ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ നടത്തൂലേ, അങ്ങനെയുള്ള സർജറീസ് ഒക്കെ കഴിയുന്ന പേഷ്യൻസ്, അപ്പൊ അവർക്ക് ഹൈ റിസ്ക് ആയിരിക്കൂലേ അങ്ങനെയുള്ള ഓപ്പറേഷൻസ് ഒക്കെ. അപ്പൊ അവരെന്താ ഇപ്പൊ ഹാർട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, അങ്ങനെയുള്ള ഒരുപാട് ശസ്ത്രക്രിയകൾ സർജറീസ് ഒക്കെ ഇപ്പൊ നടക്കുന്നത്. അപ്പൊ എന്താണ്, അതൊക്കെ ഭയങ്കര ഹൈ റിസ്ക് ആണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെ ഈ സർജറി കഴിഞ്ഞാൽ അവരെങ്ങനെ എങ്ങോട്ടായിരിക്കും, ഇന്റൻസീവ് കെയർ യൂണിറ്റിലേക്കായിരിക്കും അല്ലെ ഷിഫ്റ്റ് ചെയ്യുക. ക്ലിയർ ആയോ ആ പാരഗ്രാഫ് ഇൻട്രൊഡക്ഷൻ? ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ്, പേഷ്യന്റ് മേ ഹാവ് who are cared for in the ICU. ആരൊക്കെയാണ് ഐസിയുവിൽ കെയർ ചെയ്യുന്നതെന്ന്, ആരൊക്കെയായിരിക്കും? ക്രിട്ടിക്കൽ ആയിട്ടുള്ള അസുഖങ്ങൾ, ആക്സിഡന്റുകൾ, അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ ആയിരിക്കും അല്ലെ. നോക്കിയേ, പേഷ്യൻസ് മേ ഹാവ് എ പ്ലാനഡ് അഡ്മിഷൻ after surgery, an unexpected admission after an accident, or be admitted due to sudden and critical worsening if of their health. എന്താണ് പേഷ്യൻസിന് പ്ലാനഡ് ആയിട്ടുള്ള എന്തെങ്കിലും സർജറീസ്, പേഷ്യൻസ് ഡോക്ടർ കണ്ടിന്യൂസ് ആയിട്ട് ഡോക്ടർ കാണുന്ന പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് എന്താണ്, എന്തെങ്കിലും അവരുടെ ബുദ്ധിമുട്ടിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സർജറീസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് ശേഷം ആ പേഷ്യന്റിനെ, സർജറീസ് കഴിഞ്ഞതിന് ശേഷം എന്താണ്, പേഷ്യന്റിനെ ഐസിയുലേക്ക് അഡ്മിറ്റ് ആകാം. അൺഎക്സ്പെക്ടഡ് അഡ്മിഷൻ ആഫ്റ്റർ ആൻ ആക്സിഡന്റ്, എന്താണ് അൺഎക്സ്പെക്ടഡ് ആയിട്ട് അല്ലെ, പ്രതീക്ഷിക്കാണ്ട് എന്തെങ്കിലും ആക്സിഡന്റുകളോ, ഇപ്പൊ എന്തെങ്കിലും പൊള്ളല് സംഭവിക്കുക, അതല്ലെങ്കിൽ എന്താണ് ശ്വാസം മുട്ട്, എന്താണ് ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, അങ്ങനെയൊക്കെ ഉള്ള പേഷ്യൻസിന് എന്താണ് അവർക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ടായിരിക്കും അല്ലെ, പ്രതീക്ഷിക്കാതെ ആയിരിക്കും ഐസിയുയിലേക്ക് അഡ്മിറ്റ് ആക്കുന്നത്. പിന്നെ നെക്സ്റ്റ്, or be admitted due to a sudden or critical worsening of their condition. എന്താണ് അവർക്ക് സഡൻ ആയിട്ട് അതല്ലെങ്കിൽ ക്രിട്ടിക്കൽ ആയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടാം അല്ലെ. ഇപ്പൊ പറഞ്ഞ പോലെ എന്താണ് ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ എന്താണ് ഹാർട്ട് അറ്റാക്ക് വരിക, അങ്ങനെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോ എന്താണ് പേഷ്യന്റിനെ ഐസിയുലേക്ക് അല്ലെ, ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരെന്താണ് പെട്ടെന്ന് തന്നെ ഐസിയുലേക്ക് അഡ്മിറ്റ് ആക്കാൻ പറയൂ അല്ലെ. അപ്പൊ എന്താ, അൺഎക്സ്പെക്ടഡ് അഡ്മിഷൻ ആഫ്റ്റർ ആൻ ആക്സിഡന്റ്, ആക്സിഡന്റുകൾ പെട്ടെന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അവരെ അഡ്മിറ്റ് ആക്കും. or be admitted due to sudden and critical worsening of their health. എന്താണ് ഒരാളുടെ ഹെൽത്തിൽ, ആരോഗ്യത്തില് വേഴ്സണിങ്, എന്താണ് പെട്ടെന്ന് തന്നെ ക്രിട്ടിക്കൽ ആയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അവരെ ഹെൽത്തിൽ സംഭവിക്കുകയാണെങ്കിൽ അവരെന്താണ് ഐസിയുയിലേക്ക് അഡ്മിറ്റ് ചെയ്യും. Some hospital ICU specialize in providing care for particular health conditions or injuries that include, എന്താണ് ചില ഹോസ്പിറ്റലിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പ്രൊവൈഡിങ് കെയർ, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കെയേഴ്സ് ഫോർ പെർട്ടിക്കുലർ ഹെൽത്ത്, എന്താണ് ചില പെർട്ടിക്കുലർ ആയിട്ടുള്ള ഹെൽത്ത് കണ്ടീഷൻസ് അല്ലെങ്കിൽ ഇഞ്ചുറീസ്, അപകടങ്ങൾക്കൊക്കെ ഐസിയുയിലേക്ക്, അതാണ് മിക്ക ഹോസ്പിറ്റലിലും അങ്ങനെയുള്ള എല്ലാം വരുന്ന പേഷ്യൻസിനെ എല്ലാവരും പിടിച്ച് ഐസിയുയിൽ കൊണ്ടുപോയി കിടത്തോ? ഇല്ലല്ലോ. എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസോ അതല്ലെങ്കിൽ അപകടങ്ങളൊക്കെ പറ്റി കൊണ്ടുവരുന്ന പേഷ്യൻസിനല്ലേ ഐസിയുയിൽ പൊതുവെ കിടത്താറുള്ളൂ. അപ്പൊ നോക്കിയേ, സെവർ ബേൺസ്, എന്താണ് ഗുരുതരമായ പൊള്ളലേൽക്കുക അല്ലെ, എന്തെങ്കിലും തരത്തിൽ ഇങ്ങനെ സൂയിസൈഡ് അറ്റംപ്റ്റ് അങ്ങനെ എന്തെങ്കിലും തരത്തിൽ എന്താണ് ഗുരുതരമായി ഒരു പേഷ്യന്റിന് പൊള്ളലേറ്റ് കഴിഞ്ഞാല് റെസ്പിറേറ്ററി ഫെയിലിയർ എന്ന് വെച്ചാൽ എന്താണ് ശ്വാസന പരാജയം, എന്താണ് ശ്വാസം എടുക്കാനായിട്ട് എന്തെങ്കിലും ബ്രീത്തിങ് പ്രോബ്ലംസ് വരിക അവർക്ക്. അപ്പൊ എന്താണ് ഓക്സിജന്റെ സഹായം അതല്ലെങ്കിൽ എന്താണ് വെന്റിലേറ്ററിന്റെ സഹായം ആ പേഷ്യന്റിന് ആവശ്യമായിട്ട് വരില്ലേ. അപ്പൊ അവരെന്തെയും ഐസിയുയിലേക്ക് അഡ്മിറ്റ് ആക്കും. കാർഡിയോതൊറാസിസ് സർജറി, എന്താണ് കാർഡിയോതൊറാസിസ് സർജറി നമുക്ക് കഴിഞ്ഞ ദിവസം പഠിച്ചു. കാർഡിയോതൊറാസിസ് സർജറി എന്താണ് ബൈപ്പാസ് സർജറി, പിന്നെ എന്താണ് വാൽവ് മാറ്റിവെക്കൽ സർജറി,
അങ്ങനെയുള്ള സർജറീസ് ഒക്കെ കഴിഞ്ഞ പേഷ്യന്റിനെ എന്താണ് ICUലേക്ക് അഡ്മിറ്റ് ആക്കുക. പിന്നെന്താണ് കോംപ്ലക്സ് സ്പൈനൽ സർജറീസ്. എന്താണ് കോംപ്ലക്സ് ആയിട്ട് ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്പൈനൽ സർജറി, നട്ടെല്ലിന് എന്തെങ്കിലും സർജറീസ് കഴിഞ്ഞുള്ള പേഷ്യൻസിന്. പിന്നെ മേജർ ട്രോമ, എന്താണ് വലിയ ഇപ്പൊ ആക്സിഡന്റ് സംഭവിക്കാതെ അല്ലെങ്കിൽ അടിപിടി കേസുകളൊക്കെ സംഭവിച്ചിട്ട് എന്താണ് ഗുരുതരമായ ആഘാതങ്ങൾ, ഒരു ആൾക്ക് ഗുരുതരമായ ആഘാതങ്ങളെ സംഭവിക്കുക. ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ, എന്താണ് അവയവം മാറ്റിവെക്കൽ. ഞാൻ പറഞ്ഞില്ലേ ഹാർട്ട് മാറ്റിവെക്കല് അല്ലെങ്കിൽ കിഡ്നി ലിവർ മാറ്റി അങ്ങനെ എന്തെങ്കിലും സർജറി ഓർഗൻസ് ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ കഴിഞ്ഞുള്ള പേഷ്യന്റിനെ എന്ത് ചെയ്യും ICUയിലേക്കായിരിക്കും അഡ്മിറ്റ് ആക്കുന്നത്. പിന്നെ എന്താണ് സെപ്സിസ്. സെപ്സിസ് എന്ന് പറഞ്ഞാല് അണുബാധ. ഇപ്പൊ ഒരു പേഷ്യന്റിന്റെ ബോഡിയിലോ ബ്ലഡിലോ അതല്ലെങ്കിൽ ഒരാളുടെ ശരീരത്തിൽ എന്താണ് അണുബാധ ഏൽക്കുക. അപ്പൊ എന്താണ് അവർക്ക് എന്തെങ്കിലും വീക്കം സംഭവിക്കുകയോ അല്ലെങ്കിൽ അവരെ ഓർഗൻസിന് ഇന്റേണൽ ഓർഗൻസിനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാനൊക്കെ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന് എന്താണ് ICUയില് അഡ്മിറ്റ് ആക്കും. കാർഡിയാക് അറസ്റ്റ്, അറ്റാക്ക് സംഭവിക്കുന്ന പേഷ്യൻസിന് എന്താണ് ICUയിലായിരിക്കും. അപ്പൊ എന്താണ് പെട്ടെന്ന് തന്നെ അവർക്ക് എന്തെങ്കിലും ഇഞ്ചക്ഷൻസ് ഒക്കെ കൊടുക്കേണ്ടി വരില്ലേ. കാർഡിയാക് അറസ്റ്റ് വന്ന പേഷ്യൻസിനെ അവര് ബ്ലഡ് സർക്കുലേഷൻ ഹാർട്ടിൽ നിന്നുള്ള ബ്ലഡ് പമ്പിങ് കറക്റ്റ് ആക്കുന്നതിനായിട്ട് ഇഞ്ചക്ഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ അവരൊക്കെ എന്ത് ചെയ്യും ICUയിലേക്കായിരിക്കും അഡ്മിറ്റ് ചെയ്യുന്നത്. Clear ആയോ? Patients may have who are cared for in the ICU. ആരൊക്കെയാണ് ICUയില് കെയർ ചെയ്യുന്നത്? Patients may have planned admission after surgery and unexpected admission after an accident or be admitted due to a sudden and critical liver failure, organ transplant. ലിവർ ഫെയിലിയർ വരുമ്പോ മാറ്റിവെക്കില്ലേ, അല്ലെങ്കിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയൊക്കെ ഇപ്പൊ ഒരുപാട് കേൾക്കുന്നുണ്ടല്ലേ. അങ്ങനെയുള്ള എന്തെങ്കിലും ഓർഗൻസ്, ഇന്റേണൽ ഓർഗൻസ് മാറ്റിവെക്കുന്ന സർജറീസ്. Or be admitted due to a sudden and critical worsening of their health. എന്താണ് ഒരു പേഷ്യന്റിന്റെ എന്തെങ്കിലും സർജറീസ് പ്ലാനഡ് ആയിട്ടുള്ള സർജറീസ് കഴിഞ്ഞതിന് ശേഷം അഡ്മിറ്റ് ആക്കുക. അതല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ആക്സിഡന്റുകളോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ വരിക. ഡ്യൂ ടു എ സഡൻ ആൻഡ് ക്രിട്ടിക്കൽ വേഴ്സണിങ് ഓഫ് ദെയർ ഹെൽത്ത്. എന്താണ് വേഴ്സണിങ് എന്ന് പറഞ്ഞാല് വഷളാകുക. ക്രിട്ടിക്കൽ വേഴ്സണിങ് ഓഫ് ദെയർ ഹെൽത്ത് എന്താണ് ഒരു പേഷ്യന്റിന്റെ ഹെൽത്ത് പെട്ടെന്ന് തന്നെ ശ്വാസം കിട്ടാനുള്ള ബുദ്ധിമുട്ട്, അതല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റ് വരാം, അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് തന്നെ അവരുടെ ഹെൽത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരും. എന്താണ് ആ പേഷ്യന്റിനൊക്കെ എന്താണ് ICUയിലേക്ക് അഡ്മിറ്റ് ചെയ്യും. Some hospitals ICU specialize in providing care for particular health conditions or injuries that include. ചില കേസുകൾ ICUയില് അഡ്മിറ്റ് ആക്കുന്ന ചില കേസുകൾ ഏതൊക്കെയാണ്? സെവറൽ ബേൺസ്, എന്താണ് ഗുരുതരമായ പൊള്ളലേൽക്കുക. റെസ്പിറേറ്ററി ഫെയിലിയർ, എന്താണ് ശ്വസന പരാജയം. എന്താണ് ഒരു പേഷ്യന്റിന് ശ്വസിക്കാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവം. അപ്പൊ അവരെന്താണ് വെന്റിലേറ്ററിന്റെ അതല്ലെങ്കിൽ ഇൻക്യുബേറ്ററിന്റെ ഒക്കെ എന്താണ് വെന്റിലേറ്ററിന്റെ അല്ലെങ്കിൽ ഓക്സിജന്റെ ഒക്കെ എന്താണ് സഹായം വേണ്ടി വരും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന് കാർഡിയോതൊറാസിക് സർജറി, എന്താണ് ബൈപ്പാസ് സർജറി, വാൽവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കുക. കോംപ്ലക്സ് സ്പൈനൽ സർജറി, എന്താണ് നട്ടെല്ലിന് കോംപ്ലക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള സർജറീസ് കഴിയുന്ന പേഷ്യന്റ്. മേജർ ട്രോമ, എന്താണ് വലിയ ആഘാതങ്ങൾ, എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിച്ച് അതല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്തത്വങ്ങളൊക്കെ വച്ചിങ്ങാണ്ടിട്ട് എന്തെങ്കിലും ആഘാതങ്ങള് സംഭവിക്കുക. ഓർഗൻസ് ട്രാൻസ്പ്ലാന്റ്സ്, എന്താണ് അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. പിന്നെ സെപ്സിസ് എന്ന് പറഞ്ഞാല് അണുബാധ. ഇപ്പൊ ഒരു പേഷ്യന്റിന്റെ ബ്ലഡിലോ അതല്ലെങ്കിൽ ഇന്റേണൽ ഓർഗൻസിലൊക്കെ എന്താണ് അണുബാധ സംഭവിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ട് അവർക്ക് വരിക. പിന്നെ കാർഡിയാക് അറസ്റ്റ് എന്ന് പറഞ്ഞാല് അറ്റാക്ക് വരുന്ന പേഷ്യൻസ്. ക്ലിയർ ആയോ? Who are cared for in the ICU. Okay.
കുറച്ചീശ് എടുത്തു പോകുന്നുള്ളൂ. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് അടുത്ത സെക്ഷനിൽ എടുക്കാം കേട്ടോ. കോമൺ ടൈപ്സ് ഓഫ് ICU. സെപ്സിസ് എന്ന് പറഞ്ഞാല് അണുബാധ സംഭവിക്കുക. എന്താണ്? എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു പേഷ്യന്റിന്റെ ശരീരത്തിനുള്ളില് ബ്ലഡിന്റെ ഉള്ളിലോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഓർഗൻസിനൊക്കെ എന്താണ് അണുബാധ സംഭവിക്കുക. അപ്പൊ എന്താണ് അവരുടെ ശരീരത്തിൽ വീക്കം സംഭവിക്കുക. അതല്ലെങ്കിൽ ബ്ലഡില് അണുബാധ സംഭവിച്ചിരുന്നാൽ എന്താണ് അവരെന്തെങ്കിലും ഓർഗൻസിന് ഡാമേജ് വരാനൊക്കെ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള അണുബാധ സംഭവിക്കുന്നതിനാണ് സെപ്സിസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ആരും ചോദിച്ചേ? കോമൺ ടൈപ്സ് ഓഫ് ICU. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞല്ലേ ക്ലാസ് ജസ്റ്റ് സമയം പാട്ടിന് ഏതൊക്കെ ടൈപ്പ് ICU ഉണ്ടെന്ന് വെച്ചപ്പോ നോക്കിയേ. കാർഡിയാക് ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെ, ഹൃദയ സംബന്ധമായ അല്ലെ, കാർഡിയാക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിന്, ഇപ്പൊ ആൻജിയോപ്ലാസ്റ്റ് കഴിഞ്ഞ പേഷ്യൻസിന്, അതല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്ന പേഷ്യൻസിനൊക്കെ എന്താണ് അഡ്മിറ്റ് ആക്കുന്ന ICU ആണ് കാർഡിയാക് ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറഞ്ഞാല് ഹൃദയ സംബന്ധമായ അസുഖമുള്ള പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുന്ന ICU. അപ്പൊ എന്തായിരിക്കും അവിടെ അങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് ആയിരിക്കും അല്ലെ. അവര് ആ കാർഡിയാക് ഇതുമായി ബന്ധപ്പെട്ട എക്യുപ്മെന്റ്സും അതിനുള്ള ഡോക്ടേഴ്സ് ഒക്കെ ആയിരിക്കും അവിടെ കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് അല്ലെ. കാർഡിയോ വാസ്കുലർ തൊറാസിസ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഈ കാർഡിയോ വാസ്കുലർ തൊറാസിസ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞല്ലേ, ഹൃദയം വാൽവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, ബൈപ്പാസ് സർജറി, അതൊക്കെയാണ് കാർഡിയോ വാസ്കുലർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സർജറീസ് കഴിഞ്ഞ പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുന്ന, കാർഡിയോ വാസ്കുലറുമായി ബന്ധപ്പെട്ട സർജറീസ് കഴിഞ്ഞ പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കുന്ന ICU ആണ് കാർഡിയോ വാസ്കുലർ തൊറാസിസ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. നെക്സ്റ്റ് ഗ്യാസ്ട്രോ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഗ്യാസ്ട്രോ എന്താണ്? സെപ്സിസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ സെപ്സിസ്, അല്ലെങ്കിൽ ലിവർ ഫെയിലിയർ, അങ്ങനെയുള്ള എന്തെങ്കിലും, അല്ലെങ്കിൽ പാൻക്രിയാറ്റിക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിനൊക്കെ എന്താണ് അഡ്മിറ്റ് ആക്കുന്ന ICU ആണ് ഗ്യാസ്ട്രോ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. പിന്നെ മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്, അത് സാധാ എല്ലായിടത്തും കാണുന്ന ജനറൽ ആയിട്ടുള്ള മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. പിന്നെ നെക്സ്റ്റ് നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. നിയോനേറ്റൽ എന്ന് പറഞ്ഞാല് ഇപ്പൊ ന്യൂ ബോൺ ബേബീസിന് എന്താണ്, ചില പേഷ്യൻസ്, ചില കൊച്ചുങ്ങള് അവര് പ്രസവിച്ച് ആ സമയത്ത് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ശ്വസിക്കാനായിട്ടോ അതല്ലെങ്കിൽ എന്താണ് അവരെ കളറിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ള ബേബീസിന്, അതല്ലെങ്കിൽ എന്താണ് പ്രിമേച്ചർ ബർത്ത് അല്ലെ, മാസം തികയാണ്ട് പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ കിടക്കുന്ന ICU ആണ് നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. എന്താണ് പ്രിമേച്ചർ ബർത്ത് അല്ലെ, ഇപ്പൊ എന്താണ് മാസം തികയാണ്ട് ഒരു 7ാം മാസമൊക്കെ ചില അമ്മമാർക്ക് എന്താണ് ഷുഗർ ഒരുപാട് കൂടുക, അതല്ലെങ്കിൽ പ്രഷർ ഒരുപാട് കൂടുക, അത് അങ്ങനെ കൊച്ചിന്റെ കിടപ്പില്ല അല്ലെങ്കിൽ കൊച്ചിന് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വരുമ്പോ എന്താണ് ബർത്ത് സംഭവിക്കുക അല്ലെ, അല്ലെങ്കിൽ സിസേറിയൻ ചെയ്തെടുക്കുക ചെയ്യാം. അപ്പൊ എന്താണ് അങ്ങനെയുള്ള മാസം തികയാണ്ട് പ്രസവിക്കുന്ന കുട്ടികളെ കിടത്തുക, അതല്ലെങ്കിൽ എന്താണ് ന്യൂ ബോൺ ബേബീസിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ആ കുഞ്ഞുങ്ങളെ കിടത്തുന്ന ICU ആണ് നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. നെക്സ്റ്റ് ന്യൂറോ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. എന്താണ് സ്ട്രോക്ക്, പിന്നെന്താണ് ട്രോമ, പിന്നെ അതല്ലെങ്കിൽ ട്യൂമേഴ്സ്, ഇപ്പൊ എന്താണ് ട്യൂമേഴ്സ് ഒക്കെ ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ, അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വന്നിട്ട് എന്താണ് ന്യൂറോ എന്ന് പറഞ്ഞാല് നമ്മളെ തലയുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉള്ള പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുന്ന ICU ആണ് ന്യൂറോ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. സ്ട്രോക്ക് വരാ, അല്ലെങ്കിൽ ട്രോമ വരാ, അതല്ലെങ്കിൽ എന്താണ് ട്യൂമേഴ്സ് അല്ലെ, ബ്രെയിൻ ട്യൂമർ വരുന്ന പേഷ്യൻസിനെയൊക്കെ അഡ്മിറ്റ് ആക്കുന്ന ICU ആണ് ന്യൂറോ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. നെക്സ്റ്റ് പീഡിയാട്രിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. പീഡിയാട്രിക് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ, ചെറിയ കുട്ടികൾക്ക് അല്ലെ.
എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോ അവർക്ക് എന്തെങ്കിലും അപകടങ്ങളെ പറ്റിയിട്ട് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അസുഖങ്ങളും ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞ എന്തെങ്കിലും അസുഖങ്ങൾ വരിക എന്തെങ്കിലും ബുദ്ധിമുട്ട് ഹെൽത്ത് ഇഷ്യൂസ് വരുമ്പോ അവർ അഡ്മിറ്റ് ആക്കുന്ന ICU ആണ് പീഡിയാട്രിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. നെക്സ്റ്റ് സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. എന്താണെങ്കിലും സർജറീസ് ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനെയുള്ള പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുന്ന ICU സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. നെക്സ്റ്റ് ട്രോമ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. എന്താണ്? ആഘാതങ്ങൾ സംഭവിച്ച എന്തെങ്കിലും അടിപിടി കേസുകളാ അതല്ലെങ്കിൽ ആക്സിഡന്റുകൾ പറ്റിങ്ങാട്ടെ എന്തെങ്കിലും ആഘാതങ്ങൾ സംഭവിക്കുന്ന തലക്കോ അല്ലെങ്കിൽ ശരീരത്തിന് എന്തെങ്കിലും ഭാഗത്തൊക്കെ ആഘാതങ്ങളൊക്കെ സംഭവിച്ച് കൊണ്ടുവരുന്ന പേഷ്യൻസിനെ കിടത്തുന്ന ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ് ട്രോമ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. എന്താണ്? ഇപ്പൊ നമ്മ കോമൺ ടൈപ്സ് ഓഫ് ICU കോമൺ ആയിട്ട് കാണുന്ന ICU ഏതൊക്കെയാണ്? ഏതാണ്? 9 തരം ഉണ്ട്, 9 എണ്ണം ഉണ്ട്. ഫസ്റ്റ് കാർഡിയാക് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഇത് മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഫസ്റ്റ് കാർഡിയാക് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. കാർഡിയാക്കുമായി നമ്മുടെ ഹൃദയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അസുഖങ്ങളുള്ള ഹാർട്ട് അറ്റാക്കോ അങ്ങനെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്ന് കൊണ്ടുവരുന്ന പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുന്ന ICU ആണ് കാർഡിയാക് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. നെക്സ്റ്റ് കാർഡിയോവാസ്കുലർ തൊറാസിസ് ഇന്റൻസീവ്. എന്താണ്? ബൈപ്പാസ് സർജറി അതല്ലെങ്കിൽ വാൽവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അങ്ങനെയുള്ള എന്തെങ്കിലും സർജറീസ് കഴിഞ്ഞ പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുന്ന ICU. ഗ്യാസ്ട്രോ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് വെച്ചാല് എന്തെങ്കിലും സെപ്സിസ് അതല്ലെങ്കിൽ ലിവർ ഫെയിലിയർ അങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലും അസുഖങ്ങൾ വന്ന പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുന്ന ICU ആണ് ഗ്യാസ്ട്രോ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. മെഡിക്കൽ ഇന്റൻസീവ് സാധാരണയായിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സ് ഒക്കെ ICUന്റെ എക്യുപ്മെന്റ്സ് ഒക്കെ ഉള്ള ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്. നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറഞ്ഞാല് എന്താ ചെറിയ ന്യൂ ബോൺ ബേബീസിന് എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ടോ അതല്ലെങ്കിൽ പ്രിമേച്ചർ ബർത്ത് വന്നിട്ടുള്ള കുട്ടികളെ ന്യൂ ബോൺ ബേബീസിനെ അഡ്മിറ്റ് ആക്കുന്ന ICU. നെക്സ്റ്റ് ന്യൂറോ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ന്യൂറോ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറഞ്ഞാല് എന്തെങ്കിലും എന്താണ് ട്യൂമേഴ്സ് അതല്ലെങ്കിൽ സ്ട്രോക്ക് അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വന്നിട്ട് അഡ്മിറ്റ് ആക്കുന്ന പേഷ്യൻസിന് ബ്രെയിനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അസുഖം ന്യൂറോന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ ബ്രെയിൻ ആണ്. അപ്പൊ ബ്രെയിനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അസുഖങ്ങളുള്ള പേഷ്യൻസിന് അഡ്മിറ്റ് ആക്കുന്ന ICU ആണ് ന്യൂറോ ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്. നെക്സ്റ്റ് പീഡിയാട്രിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചെറിയ കുട്ടികൾക്ക് അല്ലെ കുഞ്ഞുങ്ങൾക്ക് വരുന്ന എന്തെങ്കിലും അസുഖങ്ങളുടെ ബേസിസിൽ അവർക്ക് എന്തെങ്കിലും വരുന്ന ചൈൽഡ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾക്ക് വേണ്ടി അഡ്മിറ്റ് ആക്കുന്ന ICU ആണ് പീഡിയാട്രിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. എന്തെങ്കിലും സർജറീസ് ഒക്കെ കഴിഞ്ഞ പേഷ്യൻസിന് അഡ്മിറ്റ് ആക്കുന്ന ICU ആണ് സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. നെക്സ്റ്റ് ട്രോമ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ട്രോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ആഘാതങ്ങൾ എന്തെങ്കിലും അടിപിടി കേസുകൾ അല്ലെങ്കിൽ കുത്തു കേസുകൾ അതല്ലെങ്കിൽ എന്താണ് ആക്സിഡന്റുകളെ പറ്റി എന്തെങ്കിലും ആഘാതങ്ങൾ സംഭവിക്കുന്ന പേഷ്യൻസിനൊക്കെ അഡ്മിറ്റ് ആക്കുന്ന ICU ആണ് ട്രോമ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. 9 ടൈപ്പ് ICU ഒന്ന് നോക്കിയേ, എല്ലാവരും വായിച്ചു നോക്കിയേ. കാർഡിയോവാസ്കുലർ തൊറാസിസ് ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ബൈപ്പാസ് സർജറി അതല്ലെങ്കിൽ വാൽവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഇതൊക്കെയാണ്. അങ്ങനെയുള്ള ശസ്ത്രക്രിയകൾ കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുന്ന ICU ആണ് കാർഡിയോവാസ്കുലർ
thoracic intensive care unit. ഈ cardiovascular intensive care കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായില്ലേ, എടുത്തിട്ടുണ്ടായില്ലേ? സെപ്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, എന്തെങ്കിലും അണുബാധ സംഭവിക്കുക. ഇപ്പൊ പേഷ്യന്റിന് ബ്ലഡിൽ എന്തെങ്കിലും അണുബാധ സംഭവിച്ച് എന്താണ് ശരീരത്തിന് എന്തെങ്കിലും വീക്കം സംഭവിക്കുക, എന്തെങ്കിലും നീര് വീഴുക, അതല്ലെങ്കിൽ എന്താണ് അണുബാധ സംഭവിച്ച് അവരുടെ ഓർഗൻസിന് എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുക, അതൊക്കെയാണ് സെപ്സിസ്. കാർഡിയോവാസ്കുലർ ഹൃദയധമനിയില് അല്ലെങ്കിൽ ഹൃദയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സർജറീസ് കഴിയില്ലേ, ഓപ്പൺ സർജറി അങ്ങനെയുള്ള അറകളിൽ എന്തെങ്കിലും സർജറീസ് കഴിയുന്ന പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കുന്ന ICU കാർഡിയോവാസ്കുലർ thoracic intensive care unit. MICU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ പഠിച്ചില്ലേ, അതില് സാധാ ഒരു ഹോസ്പിറ്റലിൽ എന്താണ് ഒരു MICUന്റെ അല്ലെ, ഒരു ICUന്റെ. അപ്പൊ ഇവിടെയൊക്കെ എന്താണ്, അവിടെയൊക്കെ നമുക്ക് സ്പെഷ്യലൈസ്ഡ് ICUന്റെ ഒക്കെ കെയേഴ്സ് ലഭ്യമല്ല അല്ലെ, ജസ്റ്റ് ഒരു MICU മാത്രമാണ് അവിടെ ഉണ്ടായത്. അപ്പൊ എന്താണ് അവിടെ വരുന്ന ICUന്റെ ക്രിട്ടിക്കൽ ഇൽനെസ് ഇഞ്ചുറീസ് വരുന്ന പേഷ്യൻസിനൊക്കെ എന്താണ് അവിടെ MICUലായിരിക്കും അഡ്മിറ്റ് ആക്കുന്നത്. എന്താണ് അവിടെ എല്ലാ പേഷ്യൻസിനെയും MICUലായിരിക്കും അഡ്മിറ്റ് ആക്കുന്നത്. എന്താണ് ആ ചെറിയ ഹോസ്പിറ്റലില് എല്ലാ സ്പെഷ്യൽ ആയിട്ടുള്ള ICU ഒന്നും ലഭ്യമായിരിക്കില്ല. ക്ലിയർ ആയോ? അത് മനസ്സിലായോ? കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റലില് പ്രൈമറി സെക്കൻഡറി എന്നൊക്കെ പറഞ്ഞ് പഠിച്ചില്ലേ ഹോസ്പിറ്റലിൽ. അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞു അവിടെ എന്താണ് സെക്കൻഡറി പ്രൈമറി ഹോസ്പിറ്റലിൽ അല്ലെ എന്താണ് ICU ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഇതേപോലെ എല്ലാ സ്പെഷ്യലൈസ്ഡ് ICU ഒക്കെ ഉണ്ടായിരിക്കും. അവിടെ ജസ്റ്റ് ഒരു MICU മാത്രമായിരിക്കില്ല ഉണ്ടാവുന്നത്. അപ്പൊ എന്താണ് ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്ന എല്ലാ പേഷ്യൻസിനെ എവിടെയായിരിക്കും കിടക്കുന്നത്, MICUലായിരിക്കും. സ്പെഷ്യലൈസ്ഡ് ICU ഇല്ലാത്ത ട്രീറ്റ്മെന്റ് ലഭ്യമാക്കുന്ന എന്താണ് മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റിലായിരിക്കും. ക്ലിയർ ആയോ? നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ICU ഓൺ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. നോക്കിയേ, ഓപ്പൺ യൂണിറ്റ് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, ഓപ്പൺ യൂണിറ്റും ക്ലോസ്ഡ് യൂണിറ്റും. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു വാർഡ് പഠിച്ചപ്പോ പഠിച്ചു അല്ലെ, സെൻട്രലൈസ്ഡ് വാർഡും ഡീസെൻട്രലൈസ്ഡ് വാർഡും അല്ലെ, ഓർമ്മയില്ല? ഞാൻ കണക്ട് ചെയ്യണ എന്തിനാണെന്നാ നിങ്ങൾക്ക് അതും കൂടി ഒന്ന് മെമ്മറിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഓരോന്നും എടുക്കുമ്പോഴും പഴയ ചാപ്റ്ററുമായിട്ടൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നത്. ആരെ ഭാഗത്തുനിന്ന് റെസ്പോൺസ് ഒന്നും ഇല്ല. ഓർമ്മയില്ല ആർക്കെങ്കിലൊക്കെ? ഓക്കെ, നോക്കിയേ, ഓപ്പൺ യൂണിറ്റ്. All attending physicians may admit and care for patients. എന്താണ് പേഷ്യൻസിന് കൊണ്ടുവരുന്ന എല്ലാ പേഷ്യൻസിനും അവർ അഡ്മിറ്റ് ആക്കുന്നതും കെയർ കൊടുക്കുന്നത് ആരാണ്? ഫിസിഷ്യൻ ആണ് അല്ലെ. ട്രയേജ് ഡിസിഷൻ ഫോൾസ് ഓൺ ഡയറക്ടർ ഓഫ് ICU when there is bed or staff shortage. എന്താണ് ആ ICUയില് ബെഡുകളും അല്ലെങ്കിൽ സ്റ്റാഫുകളും അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ എണ്ണം ഷോർട്ടേജ് കുറവുണ്ടെങ്കിൽ എന്താണ് ട്രയേജ് കൊടുക്കുന്നതിൽ അവരെന്താണ് പരാജയപ്പെടുക. എന്താണ് അവർ കൊണ്ടുവരുന്ന പേഷ്യൻസ് പെട്ടെന്ന് എന്താണ് CPR കൊടുക്കണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് കൊടുക്കേണ്ട അടിയന്തര ചികിത്സനല്ലേ നമ്മൾ ട്രയേജ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ട്രയേജ് കൊടുക്കുന്നതിൽ എന്താണ് അവര് പരാജയം, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും അല്ലെ.
The major drawback of this concept is that these physicians might not have received specialized training for managing critically ill patients. Is the major drawback of this concept എന്താണ് നമ്മൾ പറഞ്ഞത് ആദ്യം തന്നെ പറഞ്ഞത് എന്താണ് all attending physicians may admit and care for patients എന്താണ് എല്ലാ പേഷ്യൻസിനെ ICU കൊണ്ടുവരുന്ന പേഷ്യൻസിനൊക്കെ എന്താണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് കെയർ ചെയ്യുന്നത് ആരാണ് ഫിസിഷ്യൻ ആണ് അല്ലെ അപ്പൊ ഈ ഓപ്പൺ യൂണിറ്റിന്റെ മേജർ ഡ്രോബാക്ക് ഏറ്റവും വലിയ ഫോൾട്ട് എന്ന് പറയുന്നത് എന്താണ് ഫിസിഷ്യൻ ആ പേഷ്യൻസിനെ എന്താണ് ട്രീറ്റ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ എന്താണ് ആ ഫിസിഷ്യന് ചിലപ്പോ എന്താണ് സ്പെഷ്യൽ എന്താണ് ക്രിട്ടിക്കൽ കെയറിന്റെ ട്രെയിനിങ് അതിനുള്ള സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് ഒന്നും ലഭിച്ചിട്ടുണ്ടായിരിക്കില്ല അപ്പൊ എന്താണ് അവർക്ക് പെട്ടെന്ന് തന്നെ കൊണ്ടുവരുന്ന പേഷ്യൻസിന് എന്ത് ട്രീറ്റ്മെന്റ് ആണ് അറ്റ് ദ സ്പോട്ടിൽ ആ പേഷ്യന്റിന് എന്ത് ട്രീറ്റ്മെന്റ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒക്കെ എന്താണ് അവർക്ക് അറിയാൻ കഴിയില്ല അല്ലെ അപ്പൊ എന്താണ് ചിലപ്പോ അത് പേഷ്യന്റിന്റെ ജീവന് തന്നെ അല്ലെ ഭീഷണി ഉണ്ടാവും ഒരുപാട് സ്കിൽഡ് ആയിട്ടുള്ള അതല്ലെങ്കിൽ ഒരുപാട് ഇങ്ങനെയുള്ള കേസുകളിൽ ഒരുപാട് ട്രെയിനിങ് എടുത്തിരിക്കുന്ന ഡോക്ടർ ആണെങ്കിൽ എന്താണ് അവർക്ക് ഒരു പേഷ്യന്റിനെ കാണുമ്പോൾ തന്നെ അവർക്ക് ഇപ്പൊ അറ്റ് ദ സ്പോട്ടിൽ എന്ത് ട്രീറ്റ്മെന്റ് കൊടുക്കണം എന്ത് കെയേഴ്സ് അവർക്ക് സ്റ്റാർട്ട് ചെയ്യണം തന്നെ ആ എക്സ്പീരിയൻസിന്റെ ബേസിൽ അവർക്ക് അറിയാൻ സാധിക്കും ഇങ്ങനെയുള്ള ട്രെയിനിങ് കിട്ടാത്ത ഫിസിഷ്യന്റെ ചികിത്സ എന്താണ് ചികിത്സ ഈ ഓപ്പൺ യൂണിറ്റിന്റെ മേജർ ഡ്രോബാക്ക് ആണ് ക്ലിയർ ആയോ The major drawback of this concept is that these physicians might not have received a specialized training for managing critically ill patients എന്നാണ് critically ill ആയിട്ടുള്ള അല്ലെങ്കിൽ ഇഞ്ചുറീസ് ആയിട്ടുള്ള പേഷ്യൻസിനെ എങ്ങനെ കെയർ ചെയ്യണം അല്ലെങ്കിൽ അവര് എങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യണം എന്നുള്ള ട്രെയിനിങ് ഈ ഫിസിഷ്യന് ലഭിച്ചിട്ടുണ്ടാവില്ല അതെന്താണ് ഈ ഓപ്പൺ യൂണിറ്റിന്റെ ഒരു മേജർ ഡ്രോബാക്ക് ആണ് ക്രിട്ടിക്കൽ ICU വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിന് അതല്ലേ അങ്ങനെയുള്ള ഡോക്ടേഴ്സിന് മാത്രം അതിനുള്ള ട്രെയിനിങ് പ്രോഗ്രാംസും ഓറിയന്റേഷൻ പ്രോഗ്രാം ഒക്കെ അവർക്ക് മാത്രമേ ലഭിച്ചിട്ടുണ്ടായുള്ളൂ അവർ മാത്രമാണ് ആ സ്പെഷ്യലൈസ്ഡ് ഏരിയാസിൽ വർക്ക് ചെയ്യുന്നത് അപ്പൊ ഒരുപാട് എക്സ്പീരിയൻസിന്റെ ബേസിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന ട്രെയിനിങ്ങിന്റെ ബേസിലൊക്കെ അവർക്ക് എന്താണ് അങ്ങനെയുള്ള പേഷ്യൻസിനെ എങ്ങനെ കെയർ ചെയ്യണം അവരെ എങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യണം എന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ ഇങ്ങനെ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ഓറിയന്റേഷൻ ക്ലാസ് ഇതൊന്നും കിട്ടാത്ത ഡോക്ടർക്ക് അത് മനസ്സിലാവില്ല അതെന്താണ് അത് തന്നെയാണ് ഓപ്പൺ യൂണിറ്റിന്റെ മേജർ ഡ്രോബാക്ക് ക്ലിയർ ആയോ അപ്പൊ അറ്റ് ദ സ്പോട്ടിൽ ആ ഹോസ്പിറ്റൽ ഏത് ഫിസിഷ്യനാണോ ഉള്ളത് ആ ഫിസിഷ്യൻ ആയിരിക്കും ആ കൊണ്ടുവരുന്ന പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് കൊടുക്കുക അപ്പൊ അവർക്ക് പെട്ടെന്ന് തന്നെ ആരോഗ്യ ക്രിട്ടിക്കൽ ആയിട്ടുള്ള രോഗിക്ക് എന്ത് ചികിത്സ കൊടുക്കണം എന്ത് ട്രീറ്റ്മെന്റ് കൊടുക്കണം എന്താണ് അവർക്ക് മനസ്സിലാവില്ല ഇപ്പൊ നമ്മൾ തന്നെ നോക്കി നമ്മുടെ വീട്ടില് ഒരു ചെറിയ എക്സാമ്പിൾ ആണ് എല്ലാ ദിവസവും ഡെയിലി കിച്ചണിൽ കയറുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും അല്ലെങ്കിൽ എന്തെങ്കിലും ഉപ്പ് കൂടിയാല് അല്ലെങ്കിൽ പുളി കൂടിയാല് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയാൻ പറ്റൂല ഇപ്പൊ നമ്മുടെ അമ്മമാരോടൊക്കെ ചോദിച്ചാൽ അവർ അറ്റ് സ്പോട്ടിൽ നമുക്ക് അതിനുള്ള ട്രിക്കുകൾ പറഞ്ഞു തരും അല്ലെ നമുക്ക് എന്തെങ്കിലും അറിയാൻ പറ്റോ നമ്മ അവിടെ നോക്കിയിരിക്കും അല്ലെ അത് കൊണ്ടുപോയി വെള്ളത്തിയും കൊടുക്കും ഇല്ലേ ആണാ എന്താണ് ആരൊന്നും പറയാത്ത ഒരു ഉഷാറില്ലാത്തത് ആണല്ലേ അപ്പൊ എന്താണ് അവർക്ക് അത് ചെയ്ത് അവർക്ക് അതൊരു എക്സ്പീരിയൻസ്ഡ് ആയി എന്തും എങ്ങനെ ചെയ്യാമെന്ന് അല്ലെ അപ്പൊ അതേപോലെ ഫിസിഷ്യൻ ഒക്കെ എന്താണ് അതിനുള്ള ട്രെയിനിങ് ഓറിയന്റേഷൻ പ്രോഗ്രാം എക്സ്പീരിയൻസ്ഡ് ഒന്നും അറിയില്ല അപ്പൊ അത് തന്നെയാണ് ഈ ഓപ്പൺ യൂണിറ്റിന്റെ മേജർ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ക്ലിയർ ആയോ ഓക്കെ അപ്പൊ ക്ലോസ്ഡ് യൂണിറ്റ് എന്തായിരിക്കും എല്ലാവരും ഒന്ന് മെസ്സേജ് അയച്ച് ഓപ്പൺ യൂണിറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലെ ക്ലോസ്ഡ് എന്ന് പറയുന്നത് അല്ലേ അപ്പൊ നിങ്ങ ഇതിലൊന്ന് മെസ്സേജ് അയച്ചേ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് നോക്കട്ടെ ക്ലോസ്ഡ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഓപ്പൺ യൂണിറ്റ് എന്ന് പറഞ്ഞാല് അധികം ട്രെയിനഡ് അല്ലാത്ത അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇല്ലായിട്ടുള്ള രോഗിയെ എങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യണം എങ്ങനെ കെയർ ചെയ്യണം എന്ന് ട്രെയിനിങ് കിട്ടാത്ത ഒരു ഫിസിഷ്യൻ ആയിരിക്കും ഓപ്പൺ യൂണിറ്റ് കൈകാര്യം ചെയ്യുന്നത്
അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലെ ക്ലോസ്ഡ് യൂണിറ്റ്. സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് ആയിട്ടുള്ള ഫിസിഷ്യൻസോ അല്ലെങ്കിൽ ക്രിട്ടിക്കലല്ല എന്തത് ഓക്കെ, ഒരുപാട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ്ങുകളും സ്കില്ലുകളൊക്കെ കിട്ടിയിരിക്കുന്ന ഒരു ഫിസിഷ്യന് അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ് ഒക്കെ ആയിരിക്കും ക്ലോസ്ഡ് യൂണിറ്റ് കൈകാര്യം ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഡയറക്ടേഴ്സ് ആൻഡ് ഓർ അസോസിയേറ്റ്സ് ആർ അക്കൗണ്ടബിൾ ഫോർ ഓൾ അഡ്മിഷൻസ് ആൻഡ് ഡിസ്ചാർജ്. എന്താണ് ഡയറക്ടർ? ലോങ് ടൈമോ? ഓക്കെ, ഡയറക്ടർ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അസോസിയേറ്റ്സ് ഒക്കെ ആയിരിക്കും അഡ്മിഷനും ഡിസ്ചാർജ് ഒക്കെ നടത്തുന്നത്. Once the patient is admitted, the unit team take case of by collaborating with the admitting team for efficient patient care. എന്താണ് ആ പേഷ്യന്റിന് നല്ല രീതിയിൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് കെയർ നൽകുക. ആരാണ്? വിത്ത് അഡ്മിറ്റിംഗ് ടീം. അഡ്മിറ്റ് ചെയ്തത് ആരാണ്? അവിടുത്തെ ഡയറക്ടറും അസോസിയേറ്റ്സ് ഒക്കെ ആയിരിക്കും. അപ്പൊ അവരെന്താണ്? സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. ക്ലോസ്ഡ് യൂണിറ്റ്സ് മേ ബി ഹെൽപ്ഫുൾ ഫോർ ദ ഫോളോയിങ് റീസൺസ്. ക്ലോസ്ഡ് യൂണിറ്റ് എന്തൊക്കെ കാര്യങ്ങൾക്ക് സഹായകമാകും നോക്കിയേ. മോർ ടൈംലി പേഷ്യൻസ് ഇവാലുവേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഇനീഷിയേഷൻ. എന്താണ്? പേഷ്യന്റിന് ഒരുപാട് നേരം ഇവാലുവേഷൻ ചെയ്യുക, അവരെന്താണ് വിലയിരുത്തുക അല്ലെ, അവരെ ചെക്കപ്പ് ചെയ്യുക, അവർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്, എന്തുകൊണ്ടാണ് അവനോട് ബുദ്ധിമുട്ടുകൾ വന്നത്, അങ്ങനെ കൂടുതലായിട്ട് പേഷ്യന്റിന് എന്താണ് ഇവാലുവേറ്റ് വിലയിരുത്തുക. ആൻഡ് ട്രീറ്റ്മെന്റ് ഇനീഷിയേഷൻ. എന്താണ്? അവർക്ക് ട്രീറ്റ്മെന്റ് നടത്തുന്നതിനായിട്ട് തുടങ്ങുന്നതിനുള്ള ടൈം എന്താണ്? നല്ല രീതിയിൽ ഒരുപാട് ടൈം എടുത്ത് പേഷ്യന്റിനെ വിലയിരുത്തുക, അവർക്ക് വേണ്ട ചികിത്സകൾ കൊടുക്കുക, അങ്ങനെയുള്ള എന്താണ് കാര്യങ്ങൾ നടത്താൻ സാധിക്കും. ഇന്റൻസിവിസ്റ്റ് ആൻഡ് ആർ സ്പെസിഫിക്കലി സ്കിൽഡ് ഇൻ ട്രീറ്റിംഗ് ക്രിട്ടിക്കലി ഇൽ പേഷ്യൻസ്. എന്താണ്? തീവ്ര വിദഗ്ധർ. എന്താണ് തീവ്ര വിദഗ്ധർ എന്ന് പറഞ്ഞാൽ ഇതിനുള്ള പ്രത്യേക ട്രെയിനിങ്ങുകൾ സ്കില്ലുകളൊക്കെ ഉള്ള ആളുകളാണ്. ഇന്റൻസിവിസ്റ്റ് ആർ സ്പെഷ്യലി സ്കിൽഡ് ഇൻ ട്രീറ്റിംഗ് ക്രിട്ടിക്കലി ഇൽ പേഷ്യന്റ്. അവിടെ ആരായിരിക്കും അവരെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്? ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള പേഷ്യൻസിനെ തീവ്ര വിദഗ്ധരായിരിക്കുക. അതിനുള്ള ട്രെയിനിങ്ങുകൾ ലഭിച്ച നല്ല ഡോക്ടേഴ്സ് ആയിരിക്കും, ഡയറക്ടേഴ്സ്, MD ഒക്കെ ആയിരിക്കും പേഷ്യൻസിനെ ചെക്കപ്പ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതും കെയർ ചെയ്യുന്നതും. ക്ലോസ്ഡ് യൂണിറ്റ് എന്ന് പറഞ്ഞാല് ഡയറക്ടേഴ്സ് ആൻഡ് ഓർ അസോസിയേറ്റ്സ് ആർ അക്കൗണ്ടബിൾ ഫോർ ഓൾ അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ്. എന്താണ്? ഹോസ്പിറ്റൽ ഡയറക്ടർ അല്ലെങ്കിൽ അസോസിയേറ്റ്സ് അവരായിരിക്കും പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്നത്, ഡിസ്ചാർജ് ചെയ്യുന്നത്, അഡ്മിറ്റ് ചെയ്യുന്നത്. Once the patient is admitted, the unit team takes case by collaborating with the admitting team for efficient patient care. എന്താണ്? പേഷ്യന്റിന് നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള കെയർ കൊടുക്കുന്നതിനായിട്ട് ഹോസ്പിറ്റലിലെ യൂണിറ്റ് ടീം മറ്റുള്ള എന്താണ് കൊളാബറേറ്റിംഗ് മറ്റുള്ള അഡ്മിറ്റിംഗ് ടീമും അവിടെയുള്ള സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സിന്റെ സ്കീമും കൂടി എന്താണ് ഒരു കൊളാബറേഷൻ ഉണ്ടായിരിക്കും. ക്ലോസ്ഡ് യൂണിറ്റ് മേ ബി ഹെൽപ്ഫുൾ ഫോർ ദ ഫോളോയിങ് റീസൺ. എന്താണ്? ഈ ക്ലോസ്ഡ് യൂണിറ്റ് എന്തൊക്കെ കാര്യങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ്, സഹായകമാണ്? മോർ ടൈംലി പേഷ്യന്റ് ഇവാലുവേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഇനീഷിയേഷൻ. എന്താണ്? പേഷ്യന്റിന് ഒരുപാട് സമയമെടുത്ത് ഇവാലുവേറ്റ് അവരെ വിലയിരുത്തുക, അവർക്ക് എന്തൊക്കെ അസുഖങ്ങളാണ്, എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്, അങ്ങനെയുള്ള ഇവാലുവേഷൻ നടത്താനും അവർക്കുള്ള ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനും എന്താണ് ഒരുപാട് ടൈം എടുക്കുക. ഇന്റൻസിവിസ്റ്റ് ആർ സ്പെസിഫിക്കലി സ്കിൽഡ് ഇൻ ട്രീറ്റിംഗ് ക്രിട്ടിക്കൽ ഇൽ പേഷ്യന്റ്. എന്താണ്? തീവ്ര വിദഗ്ധർ അല്ലെ, ട്രെയിനിങ്ങുകളും ഓറിയന്റേഷൻ പ്രോഗ്രാംസുകളും എക്സ്പീരിയൻസ്ഡും ആയിട്ടുള്ള ഇന്റൻസിവിസ്റ്റ് ആയിരിക്കും ആ പേഷ്യൻസിനെ ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള പേഷ്യൻസിനെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ അത്? ഓക്കെ. മറ്റേ ഓപ്പണിന്റെ നേരെ ഓപ്പോസിറ്റ്. ഓപ്പണില് ജസ്റ്റ് ഫിസിഷ്യൻ ആയിരിക്കും രോഗിയെ വിലയിരുത്തുന്നതും ട്രീറ്റ്മെന്റ് ചെയ്യുന്നതും. പക്ഷെ അവർക്ക് എന്താണ് ട്രെയിനിങ്ങുകളോ ഓറിയന്റേഷനോ എക്സ്പീരിയൻസ്ഡോ ഒന്നും ആയിരിക്കില്ല. പക്ഷെ
ക്ലോസ്ഡ് യൂണിറ്റ് ആകുമ്പോൾ എന്ത് വരും, അവർക്ക് ഇന്റൻസിവിസ്റ്റ് ആയിരിക്കും. ഇതാണ് തീവ്ര വിദഗ്ധരായിട്ട് അവർക്ക് അതിനുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാമുകളും ട്രെയിനിങ്ങുകളും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും ഈ പേഷ്യന്റിനെ വിലയിരുത്തുന്നതാണ്. പിന്നെ കൂടാതെ ഇവർക്ക് ഒരുപാട് ടൈം ഈ പേഷ്യൻസിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതിനും അവരുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നതിനും കെയർ കൊടുക്കുന്നതിനൊക്കെ ഇവർക്ക് എന്താണ് ഒരുപാട് ടൈം ലഭിക്കുകയും ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റാഫിംഗ്. ആരൊക്കെയാണ് ICUയിൽ ഉണ്ടാകുന്ന സ്റ്റാഫുകൾ? മെഡിക്കൽ സ്റ്റാഫ്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചില്ലേ സ്റ്റാഫിങ് ഏതിലാണ്, ഏതൊരു വാർഡില് ഏതോ സെക്ഷനില് നേഴ്സ് ഇല്ല പഠിച്ചിട്ടുണ്ടല്ലോ സ്റ്റാഫിങ്ങുമായിട്ട്. അതേപോലെ ICUയിൽ ഏതൊക്കെ സ്റ്റാഫുകളാണ് ഉണ്ടാവുന്നത്? മെഡിക്കൽ സ്റ്റാഫ്, ICU ഇൻചാർജ് ഓർ ഇന്റൻസിവിസ്റ്റ്. ആരാണ് ICUയില്? ഡോക്ടർ അല്ലെ, തീവ്ര പരിചരണ വിഭാഗം, തീവ്ര വിദഗ്ധർ, ഡോക്ടർ. ഇങ്ങനെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ചിലപ്പോ ഇപ്പൊ കാർഡിയോവാസ്കുലർ തെറാസിസില് ICUയിൽ വർക്ക് ചെയ്യുന്നത് ആരായിരിക്കും? ആ കാർഡിയോ സെക്ഷനിലുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും അല്ലെ. ഇപ്പൊ നിയോനേറ്റൽ ICUയിൽ ഏത് ഡോക്ടർ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്? പീഡിയാട്രീഷ്യൻ ആയിരിക്കും അല്ലെ. അങ്ങനെയുള്ള ICU ഇൻചാർജിലുള്ള ഡോക്ടേഴ്സ്. റെസിഡന്റ് ഡോക്ടർ, സീനിയർ ഓർ ജൂനിയർ, സീനിയർ അല്ല ജൂനിയർ ആയിട്ടുള്ള ഡോക്ടേഴ്സ്. ദ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ഈസ് അസെഷൻ പാർട്ട് ഓഫ് ആൻ ICU ടീം. എന്താണ്? ICU ടീമില് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ആളുകൾ ആരാണ്? റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് എന്ന് വെച്ചാല് ശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് അതിനു വേണ്ട സഹായങ്ങൾ ചെയ്യുന്ന ആളുകൾ. എന്താണ്? ഇപ്പൊ വെന്റിലേറ്റർ പേഷ്യൻസിന് വെന്റിലേറ്റർ വേണം, അപ്പൊ അതിനുള്ള സഹായങ്ങൾ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞില്ലേ ഈ കോമ സ്റ്റേജില്, അതല്ലെങ്കിൽ ശ്വസിക്കാൻ ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഉള്ള പേഷ്യൻസിനൊക്കെ ട്രാങ്കിയോസ്റ്റമി എന്ന് പറഞ്ഞിട്ട് കഴുത്തിന്റെ മുകളിൽ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഓർമ്മയുണ്ടാ? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലാണ്. ഓർമ്മയുണ്ടാ? യെസ്, ഓക്കെ. അപ്പൊ ട്രാങ്കിയോസ്റ്റമി അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് വേണമെങ്കിൽ അതിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ വേണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആളുകള്. പിന്നെ എന്താണ്? ഓക്സിജൻ ആവശ്യമുള്ള പേഷ്യൻസിന് എന്താണ് ഓക്സിജൻ കണക്ട് ചെയ്യാൻ അതിന് അങ്ങനെയുള്ള റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റുകൾ വേണം. പിന്നെ നഴ്സിംഗ് സ്റ്റാഫുകൾ. ആദ്യം നമ്മൾ ഡോക്ടർ പറഞ്ഞു, പിന്നെ എന്താണ്? റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് പറഞ്ഞു, പിന്നെ നഴ്സിംഗ് സ്റ്റാഫ്. ഹൈലി ട്രെയിനഡ് ആൻഡ് ഓഫ് എബവ് ആവറേജ് കോമ്പീറ്റൻസ്. എന്താണ് ഹൈലി? ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ കൊണ്ടുവരുന്ന പേഷ്യൻസ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ പറഞ്ഞു സെവർ ബേൺ എന്ന് പറഞ്ഞല്ലേ, തീവ്രമായ പൊള്ളൽ ഏൽക്കുന്ന പേഷ്യൻസ് അല്ലെ. അപ്പൊ നമുക്കൊക്കെ നമ്മ ഒന്ന് ആലോചിക്കും, നമ്മ ചെറിയൊരു പൊള്ളല് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരുപാട് ഗുരുതരമായ പൊള്ളലേൽക്കുന്ന പേഷ്യൻസിന്റെ ശരീരം എങ്ങനെയായിരിക്കും അല്ലെ? ഭയങ്കര വികൃതമായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് ചെയ്യുക. അതല്ലെങ്കിൽ ഏതെങ്കിലും ആക്സിഡന്റുകൾ പറ്റിക്കൊണ്ടുവരുന്ന പേഷ്യൻസിന് അല്ലെ, ഇപ്പൊ ഒരുപാട് പൊട്ടല് അങ്ങനെ. അപ്പൊ അതൊക്കെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ സ്പെഷ്യലി ട്രെയിനഡ് ആയിട്ടുള്ള നഴ്സുമാർക്ക് അല്ലെ, അവർ കണ്ട് അവർക്ക് അതൊക്കെ ഒരു ഇത് വന്നിട്ടുണ്ട്. അവർക്ക് എന്തും ഫേസ് ചെയ്യാനുള്ള ഒരു മനോധൈര്യം ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഹൈലി ട്രെയിനഡ് ആയിട്ടുള്ള നഴ്സിംഗ് സ്റ്റാഫ് ആൻഡ് ഓഫ് എബവ് ആവറേജ് കോമ്പീറ്റൻസ്. എന്താണ്? കുറച്ചും കൂടി ശരാശരി കഴിവിന് മുകളിൽ നിൽക്കുന്ന സ്റ്റാഫ്, നഴ്സിംഗ് സ്റ്റാഫ്. ഭയങ്കര പുതുതായി ജോയിൻ ചെയ്യുന്ന സ്റ്റാഫുകളല്ല, കുറച്ചും കൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നഴ്സിംഗ് സ്റ്റാഫ് എന്താണ് ICUയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. റെക്കമെൻഡഡ് നഴ്സ് പേഷ്യന്റ് റേഷ്യോ 1:1 or 1:2. എന്താണ്? ഒരു പേഷ്യന്റിന് ഒരു നഴ്സ് എന്ന അനുപാതത്തിലോ അതല്ലെങ്കിൽ 2 പേഷ്യന്റിന് ഒരു നഴ്സ് എന്ന അനുപാതത്തിലാണ് നഴ്സിന്റെ റേഷ്യോ. ഓക്സിലറി പേഴ്സൺ. എന്താണ്? സഹായകമായിട്ടുള്ള സ്റ്റാഫുകൾ ആരൊക്കെയാണ്? ICU ടെക്നീഷ്യൻസ്, ICUയിലുള്ള എന്തെങ്കിലും മെഷീനറീസ് ഒക്കെ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടെക്നീഷ്യൻസ്. നഴ്സിംഗ് എയ്ഡ്സ്, വാർഡ് ബോയ്സ്, ഫീമെയിൽ അറ്റൻഡൻസ് ആൻഡ് സ്വീപ്പേഴ്സ്. സ്വീപ്പേഴ്സ് എന്നാണ് ICUയിൽ ക്ലീനിങ്, അതല്ലെങ്കിൽ ഈ രോഗിയെ ക്ലീൻ ചെയ്യുന്നതിനോ അങ്ങനെയുള്ള സ്വീപ്പേഴ്സ്. വാർഡ് ബോയ്സ് എന്നാണ് ബെഡ് മാറ്റിക്കിടത്താണെങ്കിലോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ എന്താണ് ഓക്സിമീറ്റർ, പൾസ് ഓക്സിമീറ്റർ, കാർഡിയാക് മോണിറ്റർ, അങ്ങനെയുള്ള നഴ്സിംഗ് എയ്ഡുകള്. പിന്നെ വാർഡ് ബോയ്സ്, ഫീമെയിൽ അറ്റൻഡൻസ് ഒക്കെ. ക്ലിയർ ആയോ? സ്റ്റാഫിങ്
ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു നോക്കി ആദ്യം മുതൽ ചാപ്റ്റർ പതുക്കെ എടുക്കാം. ഭയങ്കര സിമ്പിൾ ചാപ്റ്റർ ആണ്, പക്ഷെ ഒരുപാട് ഡൗട്ട്സ് ഒരുപാട് ടേമുകൾ പറയാൻ ഉണ്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട്. സ്റ്റാഫിംഗ് ആണോ റിപ്പീറ്റ് ചെയ്യേണ്ടത്? കാശ്മീരി സ്റ്റാഫിംഗ് ആണോ? ഓക്കെ. ഓക്സിലറി പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹായക സ്റ്റാഫിങ്ങുകൾ. ഇവര് ഈ നേഴ്സിന്റെ അതല്ലെങ്കിൽ ഡോക്ടറുടെ അവരെയൊക്കെ സഹായത്തിന് നിൽക്കുന്ന സ്റ്റാഫുകൾ ആരൊക്കെയാണെന്ന് ഇപ്പൊ നമ്മൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പഠിച്ചപ്പോ പഠിച്ചില്ല. അതിൽ ഓക്സിലറി സ്റ്റാഫുകൾ ആരൊക്കെയാണ്? സഹായകമായി നിൽക്കുന്ന സ്റ്റാഫുകൾ. അപ്പൊ ഫസ്റ്റത്തെ സ്റ്റാഫിങ് ആരാണ്? ഒരു എല്ലാ മെഡിക്കൽ സ്റ്റാഫ് ആരാണ്? ഡോക്ടർ ആയിരിക്കും അല്ലെ. ICU ഇൻചാർജോ ഇന്റൻസിവിസ്റ്റ് ആരാണ്? തീവ്ര വിദഗ്ധര് അതല്ലെങ്കിൽ ICU ഇൻചാർജ് ഏത് ഡോക്ടർക്കാണോ, ഏത് പ്രത്യേക സ്പെഷ്യലൈസ്ഡ് ഡോക്ടർക്കാണോ ആ ഡോക്ടർ. റെസിഡന്റ് ഡോക്ടേഴ്സ് എന്താണ്? സീനിയർ ആയിട്ടോട്ടെ ജൂനിയർ ആയിട്ടൊരു ഡോക്ടർ മാത്രമല്ല രണ്ടാളെ ആളെ അസിസ്റ്റ് ചെയ്യാൻ അതല്ലെങ്കിൽ സപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് എന്താണ്? സീനിയർ ഡോക്ടർ അതല്ലെങ്കിൽ ജൂനിയർ ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും. റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ഈസ് എസെൻഷ്യൽ പാർട്ട് ഓഫ് എൻ ICU ടീം. എന്താണ് റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ്? എന്താണ്? ശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിനെ അതിന് സഹായിക്കുന്ന തെറാപ്പിസ്റ്റുകൾ. ഇപ്പൊ എന്താണ്? വെന്റിലേറ്ററിന് സഹായം വേണമെങ്കിൽ അത് കണക്ട് ചെയ്യുന്നതിനായിട്ട് അതിന്റെ സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന സ്റ്റാഫുകള്. അതല്ലെങ്കിൽ എന്താണ്? ട്രാനിയോസ്റ്റമി നമ്മൾ പറഞ്ഞില്ലേ കോമാ സ്റ്റേജില് അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ശ്വസിക്കാൻ ബുദ്ധിമുട്ട് ആൾക്ക് ട്രാനിയോസ്റ്റമി പ്രൊസീജിയേഴ്സ് ചെയ്തിട്ട് അവർ ശ്വസിക്കാനുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ട് ശ്വസിക്കാൻ കഴിവുണ്ടാക്കി കൊടുക്കുന്ന ആളുകള്. അതങ്ങനെ ഓക്സിജന്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തു കൊടുക്കുന്ന ആളുകൾ. അതാണ് റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ്. നഴ്സിംഗ് സ്റ്റാഫ് എന്താണ്? ഇപ്പൊ ഡോക്ടർ കഴിഞ്ഞ് റെസ്പിറേറ്ററി സ്റ്റാഫ് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് എന്താണ്? നഴ്സിംഗ് സ്റ്റാഫ് ഉണ്ടാവും അല്ലെ. ഹൈലി ട്രെയിനഡ് ആൻഡ് ഓഫ് എബോവ് ആവറേജ് കോമ്പറ്റൻസ് എന്താണ്? നല്ല ട്രെയിനഡ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള നഴ്സിംഗ് സ്റ്റാഫുകൾ. പിന്നെ അതുകൂടാതെ എബോവ് കോമ്പറ്റൻസ് ശരാശരിക്ക് മുകളിൽ നിൽക്കുന്നത് എന്താണ്? പുതുതായി ജോയിൻ ചെയ്ത നഴ്സുമാരൊന്നല്ല, കുറച്ചും കൂടി ട്രെയിനഡ് ആയിട്ടുള്ള നഴ്സുമാര്. റെക്കമെൻഡഡ് നഴ്സ് പേഷ്യന്റ് റേഷ്യോ 1:1 or 1:2. എന്താണ്? ഒരു പേഷ്യന്റിന് ഒരു നഴ്സ് അതല്ലെങ്കിൽ 2 പേഷ്യന്റിന് ഒരു നഴ്സ് എന്ന റേഷ്യോയില് എന്താണ്? നഴ്സ് ഉണ്ടായിരിക്കണം. ഓക്സിലറി പേഴ്സൺ എന്താണ്? സഹായകമായിട്ട് ഇപ്പൊ ICUവിലെ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് നഴ്സും ഡോക്ടേഴ്സും കൂടാതെ അവരെ അസിസ്റ്റ് ചെയ്യാനുള്ള സ്റ്റാഫുകൾ ആരൊക്കെയാണ്? ICU ടെക്നീഷ്യൻസ്, ICUവിലെ മെഷീനറീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നതിനുള്ള ടെക്നീഷ്യൻസ്. നഴ്സിംഗ് എയ്ഡുകൾ അല്ലെ. നഴ്സിംഗ് എയ്ഡുകൾ വേണം. ഇപ്പൊ BP നോക്കുകയാണെങ്കിൽ BP അപ്പാരറ്റസ് വേണം. ഇപ്പൊ പൾസ് നോക്കണമെങ്കിൽ പൾസ് ഓക്സിമീറ്റർ വേണം അല്ലെ. കാർഡിയാക് മോണിറ്റർ ചെയ്യണമെങ്കിൽ കാർഡിയോ മോണിറ്ററിങ് അതൊക്കെ വേണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള നഴ്സിംഗ് എയ്ഡുകള്. പിന്നെ എന്താണ്? സ്വീപ്പേഴ്സ് അതല്ലെങ്കിൽ ഇപ്പൊ ICUവിൽ നിൽക്കുന്ന വാർഡ് ബോയ്സോ അതല്ലെങ്കിൽ ഫീമെയിൽ അറ്റൻഡൻസ് ഒക്കെ എന്താണ്? പെട്ടെന്ന് എന്തെങ്കിലും കാര്യങ്ങള് ഡോക്ടേഴ്സോ നഴ്സുമാർക്കൊക്കെ വേണമെങ്കിൽ എക്യുപ്മെന്റ്സുകളോ അതിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അതൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നതിനായിട്ട് വാർഡ് ബോയ്സും ഫീമെയിൽ അറ്റൻഡേഴ്സ് ഒക്കെ ഉണ്ടാവും അല്ലെ. അങ്ങനെയുള്ള ആളുകളൊക്കെ എന്താണ്? ICUവിലെ സ്റ്റാഫുകളാണ്. ക്ലിയർ ആയോ? അത് ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഇത്രയും ഭാഗം ക്ലിയർ ആയോ? ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറഞ്ഞാല് എന്താണ്? ഹൈലി ക്രിട്ടിക്കൽ ആയിട്ടുള്ള അതല്ലെങ്കിൽ ക്രിട്ടിക്കലി ഇഞ്ചുറീസ് വലിയ എന്തെങ്കിലും അപകടങ്ങൾ പറ്റുന്ന പേഷ്യൻസിന് എന്താണ്? കണ്ടിന്യൂസ് തുടർച്ചയായി മോണിറ്റർ ചെയ്ത് അവർക്ക് ഉള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നതിനുള്ള ഒരു ഹോസ്പിറ്റലില് വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് ICU. എന്താണ്? ICUവില് ഒന്നില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പോ തന്നെ ആ പേഷ്യൻസിനെ ICUവിലേക്ക് റെഫർ ചെയ്യാം. അതല്ലെങ്കിൽ വാർഡിലോ അതല്ലെങ്കിൽ റൂമിലോ കിടക്കുന്ന പേഷ്യൻസിനെ പെട്ടെന്ന് തന്നെ എന്താണ്? അവര് ഹെൽത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുക. എന്താണ്? BP കൂടുക അതല്ലെങ്കിൽ അവർക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക അതല്ലെങ്കിൽ അവർക്ക് കാർഡിയാക് അറസ്റ്റ് വരിക അങ്ങനെയുള്ള എന്തെങ്കിലും പെട്ടെന്ന് തന്നെ സഡൻലി ആയിട്ട് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വരുന്ന പേഷ്യൻസിനെ
അതല്ല എന്താണ് സർജറീസ് അല്ലെ, എന്തെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും സർജറീസ് കഴിഞ്ഞ ക്രിട്ടിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും സർജറീസ് കഴിഞ്ഞ പേഷ്യൻസിന് അല്ലെങ്കിൽ ഹൈ റിസ്ക് ഉള്ള പേഷ്യൻസിനൊക്കെ എന്താണ് ICUലേക്ക് അഡ്മിറ്റ് ആക്കാം. ICUല് കിടക്കുന്ന പേഷ്യൻസ് ആരൊക്കെയാണെന്ന് ഇപ്പൊ എന്താണ് സർജറി എന്താണ് പ്ലാനഡ് ആയിട്ടുള്ള സർജറി കഴിഞ്ഞ പേഷ്യൻസ്, അതല്ലെങ്കിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ട് എന്തെങ്കിലും ആക്സിഡന്റുകളോ അതല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളോ വന്ന പേഷ്യൻസിന് ഒക്കെയാണ് ICUല് അഡ്മിറ്റ് ആക്കുന്നത്. പിന്നെ നോക്കിയേ ആരൊക്കെയാണ് അതിൽ പെടുന്നത്? സെവർ ബേൺസ്, ഗുരുതരമായ പൊള്ളലേൽക്കുന്ന പേഷ്യൻസ്, എന്താണ് ശ്വസിക്കാൻ റെസ്പിറേറ്ററി ഫെയിലർ, ശ്വസിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുള്ള പേഷ്യൻസ്, കാർഡിയോ തൊറാസിക് സർജറി, ഇപ്പൊ ഹാർട്ട് സംബന്ധമായ എന്തെങ്കിലും ബൈപ്പാസ് സർജറിയോ വാൽവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അങ്ങനെയുള്ള കാർഡിയാക്കുമായി ബന്ധപ്പെട്ട ധമനികളോ എന്തെങ്കിലും ആയിട്ട് സർജറീസ് നടന്ന പേഷ്യൻസ്, കോംപ്ലക്സ് സ്പൈനൽ സർജറീസ് എന്താണ് നട്ടെല്ലിന് ഗുരുതരമായ സർജറി കഴിഞ്ഞ പേഷ്യൻസ്, മേജർ ട്രോമ കഴിഞ്ഞ എന്തെങ്കിലും ആഘാതങ്ങള്, പിന്നെ ഓർഗൻ ട്രാൻസ്പ്ലാന്റ്സ് എന്താണ് അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സർജറീസ് നടന്ന പേഷ്യൻസ്, സെപ്സിസ് എന്താണ് ശരീരത്തിൽ അണുബാധ സംഭവിച്ച പേഷ്യൻസിന്, പിന്നെ കാർഡിയാക് അറസ്റ്റ് ഹാർട്ട് അറ്റാക്ക് വന്ന പേഷ്യൻസിനൊക്കെയാണ് ICUല് അഡ്മിറ്റ് ആക്കുന്നത്. കോമൺ ടൈപ്സ് ഓഫ് സാധാരണ കണ്ടുവരുന്ന ICU ഏതൊക്കെയാണ്? കാർഡിയാക് ഇന്റൻസീവ് കെയർ യൂണിറ്റ്, കാർഡിയോവാസ്കുലർ തൊറാസിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ഗ്യാസ്ട്രോ ഇന്റൻസീവ് കെയർ യൂണിറ്റ്, മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്, നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ന്യൂറോ ഇന്റൻസീവ് കെയർ യൂണിറ്റ്, പീഡിയാട്രിക് സർജിക്കൽ ട്രോമ. ഇനി രണ്ട് ടൈപ്പ് ICU ഉണ്ട്, ഓപ്പൺ ഉണ്ട്, ക്ലോസ് ഉണ്ട്. ഓപ്പണിൽ സാധാ ട്രെയിനഡ് അല്ലാത്ത ഒരു ഫിസിഷ്യൻ ആയിരിക്കും നോക്കുന്നത്. പക്ഷെ ക്ലോസ്ഡിലാണെങ്കിൽ എന്താണ് ഇന്റൻസിവിസ്റ്റ് ആയിരിക്കും, അവർക്ക് കൂടുതൽ ട്രെയിനിങ്ങുകളും ഓറിയന്റേഷൻ പ്രോഗ്രാമുകളൊക്കെ കിട്ടിയ ഡോക്ടേഴ്സ് ആയിരിക്കും. ഇവർക്ക് എന്താണ് പേഷ്യൻസിനെ മോണിറ്റർ ചെയ്യുന്നത്, ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിനൊക്കെ ഇവർക്ക് എന്താണ് ഒരുപാട് ടൈം കിട്ടുന്നുണ്ട്. പിന്നെ സ്റ്റാഫിങ് മെഡിക്കൽ സ്റ്റാഫ് ഉണ്ട്, റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ഉണ്ട്, നഴ്സിംഗ് സ്റ്റാഫ് ഉണ്ട്, കൂടാതെ ഓക്സിലറി പേഴ്സൺ ഉണ്ട്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? പിന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ഭാഗം എടുക്കാട്ടാ. ഒന്ന് നോക്ക്, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ ഓക്കെ, താങ്ക് യു. Okay, ma'am. Thank you.